മാറി. അയ്യോ വന്നേ. സാർ ഞങ്ങളോട് ഹെൽപ്പ് ചെയ്യാം. എനിക്ക് ഹെൽപ്പൊന്നും വേണ്ട. നിങ്ങളെ കാറിലുള്ള ആൾക്കാരെ പോയി രക്ഷപ്പെടുത്താൻ നോക്കാം. ഇങ്ങോട്ടോ, നിങ്ങളെ ബാക്കിലോ. ഇവരൊന്ന് പിടിച്ചേ. ഉണ്ണിങ്ങ വാ, പിടിക്കേ. നിങ്ങൾ രണ്ടുപേരും അവിടെ നോക്കും. ഇങ്ങോട്ട് വാ. ഇയാളെ വേഗം ആശുപത്രിയിലെത്തിക്കും. ശരി സാർ. Fast move! ഒരു ഹോസ്പിറ്റൽ കണക്ട് താഴെ അടിക്കണം. ഞങ്ങളെടുത്തോ. സാർ ഇതിനകത്തൊന്നും ഇനി ആരുമില്ല. പക്ഷെ ആ മാളിനകത്ത് ആളുകൾ പെട്ടിട്ടുണ്ട്. ആ ഫയർ ഷൂട്ടിംഗ് എടുത്തു. ഇറങ്ങി വാ. ആരെങ്കിലും ഉണ്ടോ? ഹലോ, come on, come on. Tiempo, tiempo. Va, mira, mira. Iങ്ങോട്ട്. ബുള്ളറ്റ് ട്വിസ്റ്റ് അവിടെ ഉണ്ടോ? എടുത്തു.
ഒന്ന് പിടിച്ചോ. ഉണ്ണിങ്ങ വാ. എന്താ അവിടെ? എന്താ അവിടെ? അണ്ണ പിള്ളേട്ടൻ. എന്താണോ സർ? തീയിൽ അണച്ചിട്ടുണ്ട് സർ. ഫയർഫോഴ്സ് ആക്റ്റീവ് ആണ്. പിന്നെ SSR ആണ് ആദ്യം എത്തിയത് സർ. പുള്ളിക്കാരൻ പറയും. സർ, ഈ ഏരിയയിലാണ് സംഭവം നടന്നത്. ടാങ്കർ അവിടെയാണ് മറിഞ്ഞത്. അണ്ണാ ഇത് പ്രശ്നമാണല്ലോ. ഇതിൽ 4 സൈഡിലും ചോർച്ചയുണ്ട്. അടിയിൽ കാണാൻ കഴിയാത്ത വിധത്തിൽ പൊട്ടലുണ്ട്. ഗ്യാസ് ഇവിടെ മുഴുവൻ സ്പ്രെഡായി കാണുമല്ലോ. അണ്ണാ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. റിഫൈനറിയിൽ നിന്ന് ആൾ വരാൻ എങ്ങനെ പോയാലും 5-6 മണിക്കൂർ എടുക്കും. നീ പാനിക് ആകാതെ ആദ്യം ആ ടാങ്കർ തണുപ്പിക്കാൻ നോക്ക്. അണ്ണാ പക്ഷേ നോക്ക്, ഇവിടെ അപകടം ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്, അല്ലാതെ വേവലാതിപ്പെടാനല്ല. 4 സൈഡിൽ നിന്ന് ടാങ്കർ നടക്കുന്നവരെ വെള്ളം പമ്പിയണം. ഇനി എന്ത് സംഭവിച്ചാലും ഇതിനൊരു സൊല്യൂഷൻ കാണാതെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല പ്രസാദ്. പിന്നെ അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ച് സിറ്റുവേഷൻ വഷളാക്കരുത്. നമുക്കിത് ഹാൻഡിൽ ചെയ്തേ പറ്റൂ. ഈ ഏരിയയിൽ 4 കോണിൽ നിന്നുള്ള കാറ്റിന്റെ ഗതിയും വേഗതയും റെക്കോർഡ് ചെയ്ത് റീഡിംഗ് ഇപ്പൊ തന്നെ എന്നെ ഏൽപ്പിക്കണം. ശരി സാർ. ഈ മൊമെന്റിൽ ഗ്യാസ് എവിടം വരെ സ്പ്രെഡ് ചെയ്തെന്ന് വ്യക്തമായി മാർക്ക് ചെയ്യണം. ശരി. പോയി ടാങ്കർ തണുപ്പിക്കടാ. അനിൽ വാ. സർ, ഈ സംഭവത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ഏരിയ മുഴുവൻ പോലീസിന്റെ കൺട്രോളിലാണ്. ഇനി വീണ്ടും ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ്. ആ ഏരിയയിലെ തീ മുഴുവനും ഫയർഫോഴ്സ് വന്ന് കംപ്ലീറ്റ് ആയിട്ട് അണച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കൂടുതലൊന്നും പറയാനില്ല. കാർഡ് ഇവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെ കിട്ടിയിട്ടില്ല. അയാൾ മിസ്സിംഗ് ആണ്. കമ്മീഷണർ പുറപ്പെട്ടിട്ടുണ്ട്. ഉടനെ എത്തും. സാർ, ഇന്റർവ്യൂ ഒക്കെ പിന്നെയാ. ഈ ചുറ്റളവിൽ നമ്മുടെ കാഴ്ചയിൽപ്പെടുന്ന എല്ലാ ആളുകളെയും ഈ നിമിഷം മാറ്റിത്തരണം. അതിന് തീയല്ലേ അണച്ചില്ലേ? പിന്നെന്താ സാർ, ഈ ഏരിയ മുഴുവൻ ഗ്യാസ് പടർന്നിരിക്കുകയാണ്. നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ ഏരിയയിൽ നിന്ന് 300 മീറ്റർ ദൂരെയെങ്കിലും മാറി നിൽക്കണം. അതിനിവിടെ ഗ്യാസ് ഒന്നും മണക്കുന്നില്ലല്ലോ. സാർ, അറിവില്ലാതെ സംസാരിക്കരുത്. മണമുള്ളത് വീട്ടിലെ ഗ്യാസിനാ. റിഫൈനറിയിൽ നിന്ന് വരുന്ന ഗ്യാസിന് മണവുമില്ല, നിറവുമില്ല. ഗ്യാസ് ലീക്ക് ഡിറ്റക്ടർ കൊണ്ട് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെന്താ ടാങ്കർ പൊട്ടിത്തെറിക്കാത്തത്? സാർ, ടാങ്കർ പൊട്ടിത്തെറിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ടാങ്കർ മുഴുവൻ ബ്ലാസ്റ്റിന് മുമ്പേ ടേപ്പ് ചുറ്റി ചോർച്ച അടച്ചിട്ടുണ്ടായിരുന്നു. ഒരു തീപ്പരി പോലും അകത്ത് കടന്നിട്ടില്ല. കടന്നിരുന്നെങ്കിൽ അപ്പം തന്നെ പൊട്ടിത്തെറിച്ചാനെ. ഇതാകണ്ടോ, ആ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നതാണ് ഗ്യാസ്. നിമിഷങ്ങൾക്കുള്ളിൽ ആവി പോലെ അത് ഇരട്ടി വോള്യത്തിൽ ഇവിടെ മുഴുവൻ സ്പ്രെഡാവും. സാർ, ഈ അവസ്ഥയിൽ ഇവിടെ നിന്ന് വേണമെങ്കിലും കത്തിപ്പെടാം. ഷൂവിൽ പതിഞ്ഞൊരു കല്ലിന്റെ ഉരച്ചിൽ മതി സ്പാർക്ക് ഉണ്ടായി കത്താൻ. അതുകൊണ്ട് ആളുകളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചാൽ അറ്റ്ലീസ്റ്റ് അത്രയും കാഷ്വാലിറ്റി കുറഞ്ഞു കിട്ടും. സാർ, പ്ലീസ്. ആൾക്കാരൊക്കെ മാറ്റാം. സാർ, കാറ്റിന് നല്ല ശക്തിയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ ഏരിയയിൽ ഗ്യാസ് പടർന്നിട്ടുണ്ട്. എത്ര റീഡിംഗ്? 20 മുതൽ 25 മീറ്റർ വരെ ഉണ്ട്.